അസ്സലാമലൈക്കും. മനസ്സിലാവും. നമസ്കാരം മനാഫ്ക്കായെ എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഒരു കൂട്ടം എൻ്റെ ഫോളോവേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കും. മനാഫ്ക്കായുടെ വിഷയത്തിൽ എന്താണ് അഭിപ്രായം, മനാഫ്ക്കായുടെ വിഷയത്തിൽ നിങ്ങൾ ഇടപെടാത്ത എന്താ, മനാഫ്ക്കായുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാൻ എൻ്റെ മീഡിയ ടീമിനോട് പറയുമ്പോൾ അവരോടൊക്കെ പറയണം, മനാഫ്ക്കാക്ക് വേണ്ടത് പീസ് ഓഫ് മൈൻഡാണ്. മനാഫ്ക്ക ഒരു മിഷനിലാണ്. ലെറ്റ് ഹിം കംപ്ലീറ്റ് ഹിസ് മിഷൻ. ആ മിഷൻ തീർന്നിട്ട് നമുക്ക് മനാഫ്ക്കായിട്ട് സംസാരിക്കാം, മനാഫ്ക്കാക്ക് വേണ്ടി സംസാരിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഇപ്പം മനാഫ്ക്കാക്ക് വേണ്ടത് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്തൊരു ഫോക്കസ് ഉള്ളൊരു മൈൻഡ് വേണം. അതിന് സമ്മതിക്കാതെ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകർ, ഒരു കൂട്ടം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, കുറേ ഓൺലൈൻ ചാനൽ, ഇവരൊക്കെ മനാഫ്ക്ക എന്ന മനുഷ്യൻ്റെ ആ ഒരു മിഷനിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനാഫ്ക്ക അതൊക്കെ വളരെ വളരെ ഇൻ്റലക്ച്വലി അതൊക്കെ ഫേസ് ചെയ്യുകയും മുമ്പോട്ട് വരികയൊക്കെ ചെയ്തു. മനാഫ്ക്ക എന്ന മനുഷ്യൻ, മനാഫ്ക്ക എന്ന ഫ്രണ്ട്, മനാഫ്ക്ക എന്ന ചാരിറ്റി പ്രവർത്തകൻ, മനാഫ്ക്ക എന്ന സാമൂഹിക പ്രവർത്തകൻ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ചർച്ച ചെയ്യാത്ത ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രത്തോളം ചർച്ച ചെയ്ത വിഷയമാണ്. എന്നെ സംബന്ധിച്ചോളം എന്നെ കാണുന്ന, എന്നെ സ്നേഹിക്കുന്ന, മനാഫ്ക്കായെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് അറിയേണ്ടത്, മനാഫ്ക്ക എന്ന ബിസിനസ്സുകാരൻ, മനാഫ് എന്ന വളരെ ക്ലവർ ആയിട്ടുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയാണ് ഉണ്ടായത്. മനാഫ് ബിഫോർ ദ മിഷൻ, മനാഫ് ആഫ്റ്റർ ദ മിഷൻ. മനാഫ് എന്ന വ്യക്തിയുടെ ബിസിനസ്സിലുള്ള, മനാഫ് എന്ന വ്യക്തി ബിസിനസ്സിൽ ഷിരൂർ ദൗത്യത്തിന് മുന്നേയും പിന്നെയും മനാഫ് എങ്ങനെയാണ് മനാഫിനെ കാണുന്നത്, ഇതൊക്കെ അറിയാൻ ചിലപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും, പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക്. അപ്പോൾ മനാഫ്ക്കയുടെ ബിസിനസ് എന്താണെന്ന് പലർക്കും അറിയില്ല, പലരും പല കഥകളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മനാഫ് എന്ന ബിസിനസ്സുകാരൻ എന്താണെന്ന് കേരളത്തിലുള്ള മനുഷ്യർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഫാദർ മരക്കച്ചവടക്കാരനായിരുന്നു, വലിയ കർണാടകയിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഉപ്പ. അപ്പോൾ ഉപ്പ കർണാടകയിൽ പണ്ട് കൂപ്പ് പണിക്ക് പോയതായിരുന്നു. പണ്ട് കോഴിക്കോട് നിന്ന് ആളുകളെ കാട്ടിൽ മരം വെട്ടുന്ന പണിക്ക് കൊണ്ടുപോകും. അതിൽ എൻ്റെ വാപ്പക്ക് കണക്ക് ചെയ്തല്ല പണി. അങ്ങനെ അവിടെ പോയി അവിടുത്തെ സാമൂഹിക വ്യവസ്ഥ വളരെ മോശമാണെന്ന് കണ്ടപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. കച്ചവടവും രാഷ്ട്രീയമായിട്ട് അവിടെ ജീവിച്ച്. കർണാടകയിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഉപ്പ. അതെ, കച്ചവടക്കാരൻ, അതിനോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തകൻ. ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കർണാടകയിൽ വാപ്പൻ്റെ അടുത്തേക്ക് പഠിത്തമൊക്കെ അവിടെയായിരുന്നു. ഉമ്മയും പെങ്ങന്മാരും ഒക്കെ ഇവിടെ കേരളത്തിലായിരുന്നു. ഞാനും വാപ്പയും മാത്രം. വാപ്പൻ്റെ രാഷ്ട്രീയ ജീവിതം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് ഇന്നാണ്. കാരണം കർണാടകയിൽ എപ്പോഴും വധഭീഷണി, പല പ്രശ്നങ്ങളും കാരണം ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലെ ജോലിക്കാരെ വീട്ടിലാണ് താമസിച്ചത്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ കൾച്ചർ, പല രൂപത്തിലുള്ള ആളുകളുടെ കൾച്ചർ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എൻ്റെ ജോലിക്കാരെ വീട്ടിൽ താമസിച്ച സമയത്ത് അവരെ കൂടെ നിലത്ത് കിടന്നുറങ്ങാൻ കഷ്ടപ്പാടായത് ആളുകൾക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അവിടെ. പിന്നെ ബെഡ് ഉണ്ടാവില്ല, അതിന് പകരം ചാക്കിൽ ഒക്കെ ഉന്നം നിറച്ചിട്ട് അതിലാണ് ചാക്ക് ഒന്ന് സ്മൂത്തുള്ള ഒരു ചാക്ക് വിരിച്ചിട്ടാണ് കിടക്കല് ചെറുപ്പത്തില്. അവിടെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആളുണ്ട്. അയാളെ ഫാദറിന്റെ പരിപാടി മറ്റേ കൊല്ലനാ. ഒരുപാട് മക്കളുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഇനിയും കൂടി പോറ്റണോ. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്ന ചായ കിട്ടണമെങ്കിലൊക്കെ ഈ കൊല്ലപ്പണി ആലയില് ഇത് ചർക്ക, അത് സാധനം ഉണ്ടല്ലോ, അതിങ്ങനെ ആക്കി കൊടുത്താല് നല്ല ബെല്ലം ഇട്ട ചായ കിട്ടും, ശർക്കര ചായ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചെറുപ്പത്തിലേ കഷ്ടപ്പെട്ടിട്ട്, വലിയ സാമ്പത്തികമുള്ള വാപ്പന്റെ മോനായാലും കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ജീവിതം ഉണ്ടായത്. ഞാൻ ഈ അടുത്ത കാലം വരെ ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ ഈ കഷ്ടപ്പാട് ഇന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കുന്നത്. നമ്മൾ എന്താണ് സുഖലോലുപനായിട്ട് ഇതുവരെ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്താണ് കഴിഞ്ഞാൽ പല സ്ഥലത്തും ഞാൻ വലിയ
ചെലവാക്കി ജീവിക്കുന്ന ഒരാളുമല്ല. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ പല ഇന്റർവ്യൂവിലും കണ്ടിട്ടുണ്ടാവും. ഞാൻ അധികം ഡ്രസ്സ് വാങ്ങാൻ പൈസ ഇല്ലായിട്ടില്ല, അതുപോലെ മിതമായി നമ്മൾ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ട്രെയിനിങ് ചൈൽഡ്ഹുഡിൽ കിട്ടിയിട്ടുണ്ട്. ഭക്ഷണം വേസ്റ്റ് ആക്കാറില്ല. ഞാൻ എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കണം. പണം ഉണ്ട് വിചാരിച്ചിട്ട് എല്ലാത്തിലും ഒരു വലിയൊരു ആഷ് പോഷ് ജീവിതം പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഉപ്പ അങ്ങനെ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം, കച്ചവട തിരക്ക് ഇതൊക്കെ ആയതുകൊണ്ട് മനാഫിനെ ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസിന്റെ കൂടെ ആണ് ഓരോ വീട്ടിൽ നിർത്തിയത് കൊണ്ടുള്ള കണക്കില് ഒരു ദിവസം 2 ദിവസത്തെ കഥ അല്ല ഞാൻ പറയണത്. ഞാൻ എന്റെ ചെറുപ്പകാലം മുഴുവൻ എന്റെ ജോലിക്കാരെ വീട്ടിൽ താമസിച്ചിട്ടാണ് ഇതായത്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ ഒരു ലേണിംഗ് ലൈഫിനെ വല്ലാണ്ട് സ്വാധീനിച്ചു. ഭാഷ, ഒരുപാട് ഭാഷകൾ സംസാരിക്കാൻ പഠിച്ചു. പിന്നെ ഒരുപാട് ആളുകളുടെ പ്രയാസം എന്താന്ന് പഠിച്ചു. പട്ടിണി എന്താന്ന് ഞാൻ പഠിച്ചത്. ഞാൻ ലൈഫ് ലോങ് പല ഘട്ടങ്ങളിലും ഞാൻ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു ഭക്ഷണത്തിന്റെ വില അറിയാം, പണത്തിന്റെ വില അറിയാം, പിന്നെ ബന്ധങ്ങളുടെ വില അത് നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എൻ്റെ ലൈഫിൽ മൊത്തം ഞാൻ ബന്ധങ്ങൾക്ക് ഭയങ്കരമായി പ്രാധാന്യം കൊടുത്താണ്. ഒരു കച്ചവടക്കാരന് അത്യാവശ്യമുള്ള സാധനമാണ് ബന്ധങ്ങൾക്കൊരു വില കൽപ്പിക്കണം. അതുപോലെ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വീട്ടിലെ പ്രയാസം അവർ പറയുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയണം അത് ഇങ്ങനത്തെ ഈക്കും. കാരണം നമ്മൾ ഫീൽ ചെയ്തതിനോണ്ട് എനിക്ക് തോന്നുന്നു മനാഫിന് അത് ഇമാജിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാര്യം അനുഭവിച്ചതിനോണ്ട് എനിക്ക് എന്താവും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഈ അവസ്ഥയിലാണെന്നുള്ളത്. പിന്നീട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ ജോലിക്കാരെ വീട്ടിലെ ആവശ്യങ്ങൾ ഞാൻ മനസ്സിലാക്കും. എൻ്റെ മനസ്സിലുണ്ടാവും, എഴുതി വെച്ചിരിക്കുന്നു മനസ്സിൽ, ഇങ്ങനെ ഉണ്ട്, മറ്റവർക്ക് ഈ വീട് ആയിട്ടില്ല, അങ്ങനെ പലതും നമ്മളെ കർത്തവ്യമാണ്. അത് നമ്മൾ ചെയ്യണല്ലോ. എനിക്ക് ഇതിങ്ങനെ ഞാൻ പറയും കണക്ടിങ് ഡോട്ട്സ് എന്ന് പറയും. നമ്മളെപ്പോഴും പറയും നമ്മുടെ ഒരു ലൈഫ്, ഇന്നത്തെ ലൈഫിനെ തിരിഞ്ഞു നോക്കിയാൽ കുറെ ഡോട്ടുകളായിരിക്കും. അതൊക്കെ കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഇന്നത്തെ ലൈഫിലേക്ക് എത്തപ്പെട്ട നിയോഗങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു മനാഫിനെ കേരളം മൊത്തം അറിയപ്പെട്ടത് സൗഹൃദം, മനുഷ്യത്വം, സ്നേഹം, കൂട്ടിച്ചേർക്കൽ, ബന്ധം ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുകയായിട്ടാണ്. അപ്പോൾ ഈ ആകത്തുക കിട്ടാൻ സാഹചര്യം ഉണ്ടായത് ഈ കുട്ടിക്കാലത്തെ ഈ ഒരു കുറേ നാളുകൾ ഉപ്പ മനഃപൂർവ്വം തന്ന ഒരു സ്ട്രഗിളാണ്. ഞാൻ പലവട്ടം ഞാൻ ഹോസ്റ്റലിലാണ് ജീവിച്ചത്. ആ ഹോസ്റ്റൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്ന്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്വന്തം അളിയൻ്റെ ആക്സിഡന്റ്, 18 കൊല്ലമായിട്ട് ബെഡ് തന്നെയാണ് അളിയൻ പെങ്ങളെ ഭർത്താവ്. മറ്റൊരു പെങ്ങളെ ഭർത്താവ് ഈ അടുത്തായിട്ട് മരണപ്പെട്ട്. ജീവിതത്തിൽ ഒരുപാട് ട്രാജഡികൾ എൻ്റെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. അപ്പം എന്താ പറഞ്ഞാൽ ഇതൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത് ചെറുപ്പത്തിലേ എനിക്ക് ശീലമായിപ്പോയി ഈ പ്രയാസങ്ങൾ. ഞാൻ തന്നെ പലവട്ടം കരഞ്ഞിട്ട് ആലോചിച്ചിക്കണ്, എന്തിന് ഈ പ്രയാസപ്പെടുത്തല്? ദൈവത്തിനോട് നമ്മൾ എപ്പോഴും കരഞ്ഞു പോയി പ്രാർത്ഥിക്കണം, ഒരു സുഖം കിട്ടണില്ലല്ലോ ലൈഫിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞാൽ ഞാൻ ലൈഫിൽ ഒന്നിനോട് തോറ്റു കൊടുക്കാറില്ല. ഓക്കെ, ആ നഷ്ടം വന്ന് പോട്ടെ എന്ന് ഞാൻ വിചാരിക്കാറില്ല. ആ നഷ്ടത്തിന് ഞാൻ ലാഭമാക്കിയിട്ട് അവസാനിപ്പിക്കാറുള്ളൂ. ഞാൻ ഫൈറ്റ് ചെയ്യും. ഏത് വിഷയത്തിലായാലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചില വിഷയങ്ങളുണ്ടല്ലോ, ഒരു ബിസിനസ് മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിട്ട് കളയാം, മതി, അത് നമുക്ക് കൊണ്ട് കഴിയില്ല. ഞാൻ അതിൻ്റെ എൻഡ് കാണാതെ ഞാൻ വിടും. അതെ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മലേഷ്യയിൽ എൻ്റെ ഒരു സുഹൃത്തിനും വേണ്ടിയിട്ട് മലേഷ്യ പോയത് അങ്ങനെ. കമ്മിറ്റ്മെന്റിന് എനിക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു വേർഡാണ് കമ്മിറ്റ്മെന്റ്. ഞാൻ എൻ്റെ ഫാദർ മരിക്കും, എൻ്റെ ഫാദർ കർണാടകയിൽ നിന്നാണ് മരണപ്പെടുന്നത്. ബോഡി കൊണ്ടുവരണമല്ലോ കേരളത്തിലേക്ക്. അപ്പം എൻ്റെ ബ്രദറിൻലോ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആക്സിഡൻ്റ് ആയിട്ട് 18 കൊല്ലമായിട്ട് കിടക്കുന്ന ബ്രദറിൻലോ, പെങ്ങള്, അനിയന്, ഉമ്മ ഒക്കെ മൈസൂർ ബ്രദറിൻലോൻ്റെ ചികിത്സയിലാണ്. മൈസൂരിൽ നിന്ന് ഒരു ആംബുലൻസ് കിട്ടാതായി. ആംബുലൻസ് തരപ്പെടുത്തി തന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആംബുലൻസ് ശരിയാക്കി തന്നത് കേരളത്തിലേക്ക് അളിയനെ കൊണ്ടുവരാൻ. ആ ഒരൊറ്റ കാരണത്താൽ അവനൊരു കഷ്ടപ്പാട് ടൈം വന്നപ്പോൾ ഞാൻ അവനക്ക് തുടങ്ങി കൊടുത്തതാണ് മലേഷ്യയിലെ ബിസിനസ്. ആള് ചോദിക്കാതെ
ഒരു ദിവസം കുറച്ച് ദിവസം പണിയെടുത്തതിന് ശേഷം അവിടുന്ന് പോയി കഴിഞ്ഞു. കാരണം ഈ മലേഷ്യയിൽ നമ്മൾ എത്തിപ്പെട്ട സ്ഥലം ഗാങ്സ്റ്റർമാരും വെട്ടും കുത്തും ഡെയിലി പ്രശ്നമുള്ള ഒരു ഏരിയയിലായിപ്പോയി ബിസിനസ് തുടങ്ങിയത്. എന്ത് ബിസിനസ് ആണ് മലേഷ്യ? റെസ്റ്റോറന്റ് ആണ് ആദ്യം തുടങ്ങിയത്. ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണോ? ഇന്ത്യൻ റെസ്റ്റോറന്റ്. അത് അറിയില്ല ഇനി ആ റെസ്റ്റോറന്റ് ബിസിനസ്സിൽ സ്ഥലം ഒരു ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ഏത് ലൊക്കേഷനിലാണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് അതൊരു ഇമ്പോർട്ടന്റ് വിഷയം. ഞാൻ അതൊന്നും അറിയാതെ ഒരു റെഡിമെയ്ഡ് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ദിവസം മുതൽ തന്നെ ചോര കാണാത്ത ദിവസമില്ല. ആ സ്ട്രീറ്റിൽ ഫൈറ്റാ, ഗാങ്സ്റ്റർ ഫൈറ്റ്. അതോടുകൂടിയിട്ട് ഞാൻ തുടങ്ങി കൊടുത്തവന് പോയി. എന്റെ ജീവിതത്തിൽ നല്ലൊരു സമ്പാദ്യം വലിയൊരു എമൗണ്ട് എടുത്തിട്ടാണ് ഇവനക്ക് തുടങ്ങി കൊടുത്തത്. ഞാൻ ഇവന് എനിക്ക് ഒരു ഉപകാരം ചെയ്തു. ഏത് ഇയറിലാണ് മനാഫ്ക? ഇത് 2010. അതിന് മുമ്പ് ഞാൻ ഇവിടെ യുഎയിലുണ്ട്. യുഎയിത്തെ കഥ പറയുകയാണെങ്കിൽ ഭയങ്കര കഥ ഉണ്ട്. മനാഫ്ക ആസ് എ പ്രവാസി അറിയാത്ത കഥയാണ്. അതെ. ഞാൻ ഇവിടെ എവിടെയായിരുന്നു? സോറി ടു മലേഷ്യ ഒന്ന് പാർക്ക് ചെയ്യാം. യുഎയിലേക്ക്